പേടിച്ചു പോയ ദിവസമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച ആഴ്സിനെ സ്കൂളിലേക്ക് വരെ വിളിക്കേണ്ട ഗതികേട് വന്നു. അപ്പോൾ ഡാൻസ് കുട്ടൻ ഇന്ന് ശരിക്കും ഒന്ന് പേടിപ്പിച്ചു തന്നെ. കറി ഉണ്ടാക്കണ്ടല്ലോ. ഹായ്, ബിന്ദു സ്ട്രിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിപ്പോൾ വൈകുന്നേരം കോളേജിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ടേ. ഇപ്പം ഞാൻ വന്നു, കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി. എന്നാ ഇല്ല, കുളിക്കുമായിരുന്നു. ക്ലീനപ്പാ സത്യം. ഓ ആ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ നോക്കിക്കോ ഗൈസ്. ഏതാ അപ്പാ കൊച്ചിപ്പ വിളിക്കും. കപ്പളങ്ങ ചേട്ടൻ ഇവിടെ ഇരുന്നപ്പോൾ ചെത്തി കഴിച്ചതാന്ന് തോന്നുന്നു അവൻ്റെ പാത്രത്തിലാണ്. വാഴച്ചുകൊണ്ട് ഇനി ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ അത്രയുണ്ട്. വൈകുന്നേരം വന്ന പണികൾ ഇഷ്ടംപോലെ ഉണ്ട്. എന്താ ചോറൊക്കെ തീർന്ന് അത്താഴത്തിൽ ഇടണം. പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ട്. അപ്പോൾ ഇനിയിപ്പം എൻ്റെ പണികൾ ഇതൊക്കെയാണ്. ഈ ജോലികളെല്ലാം തീർത്ത് ഓരോന്നോരോന്നായിട്ട് വരാം. മുടി നനഞ്ഞ മുടിയെ കെട്ടി വന്ന് വെക്കാനോ തോർത്തിട്ട് കെട്ടാനും നിന്നില്ല. ഞാൻ അഴിച്ചിട്ടല്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഞാൻ കെട്ടി വെച്ചാൽ എൻ്റെ മുടി എളുപ്പം ഉണങ്ങി കിട്ടത്തില്ല. ആൻസുകുട്ടൻ ട്യൂഷന് പോയേക്കും. ഇനിയിപ്പം അവൻ്റെ ഇപ്പം തന്നെ തീരും. ഇപ്പം തന്നെ പോയി വിളിച്ചുകൊണ്ട് വരണം. പിന്നെ ഞാൻ വൈകുന്നേരം ചേട്ടൻ എന്നെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻസിന് ഭയങ്കര ഇഷ്ടം പിസ്സയൊക്കെ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റൗണ്ട് വലിയ പിസ്സയല്ല, റൗണ്ട് പിസ്സ. ഈ കുബൂസിനകത്ത് ഇങ്ങനെ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെച്ചുണ്ടാക്കുന്ന പിസ്സ, അത് നല്ല രസമുണ്ട്. അല്ലാതെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന നമ്മുടെ നിങ്ങൾ ഉദ്ദേശിച്ച ആ പിസ്സയല്ല ഇത്, ഈ പിസ്സ. പിന്നെ ഇന്ന് ഇടുക്കി ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് ആയിരുന്നെങ്കിൽ നമുക്ക് അവധിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷേ ഇന്ന് മഴയായിരുന്നു. ഇന്ന് മഴ പെയ്യും നമുക്ക് ഉറപ്പായിരുന്നു. ഇന്ന് അവധി ഇല്ലാത്തത് കൊണ്ട് എസ്പെഷ്യലി മഴ പെയ്യും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഫുൾ മഴയായിരുന്നു. മഴ എന്ന് വെച്ചാൽ അന്യായ മഴയായിരുന്നു, കാറ്റുമായിരുന്നു. അതുകൊണ്ട് ഒന്നിനൊരു വെളിയിലല്ല, അല്ലെങ്കിൽ കോളേജിൽ ചെന്നാൽ പിന്നെ വെളിയിൽ ഇറങ്ങാറില്ല. പക്ഷെ നമുക്ക് എന്തോ ഒരു മടുപ്പങ്ങ് തോന്നിപ്പോയി. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇന്ന് രാത്രിയിലത്തെ കാലാവസ്ഥ പോലെ അനുസരിച്ചായിരിക്കും നാളെ നമുക്ക് അവധി ഡിക്ലെയർ ചെയ്യുമോ അങ്ങനെ ഒന്നും അറിയത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണം കളക്ടറുടെ പേജിൽ കയറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയായിപ്പോയി. അതുകൊണ്ട് നോക്കും അവധി വല്ലതും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ മൊത്തം മടുപ്പായിരുന്നു. അപ്പോൾ ചേട്ടൻ കോളേജിൽ വന്ന് എന്നെ കൊണ്ടുവന്നു. നേരെ ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്കൊരു കോള് വന്നേ, നമ്മുടെ മുട്ട വാങ്ങാനായിട്ട് ആൾ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് മുട്ട ഇവിടെ എടുത്ത് വെച്ചേക്കുക. ഓ വെള്ളം കുടിക്കണം കക്ഷീനെ കണ്ടോ. അതിനെ ഇങ്ങോട്ട് വിളിക്കണം, അല്ലേ ആ വണ്ടിയുടെ അടി പോവും. വന്നേ ബാ ഇപ്പോൾ മുട്ട വാങ്ങാൻ ആൾ വരും. ഓ കളി കൊണ്ടു കൊടുക്കുക. ബാ എന്നാ ബാ, തീറ്റ തരാടാ. ചേട്ടനെ കണ്ടോണ്ട് ഇത്രയും കളി. ബാടാ തീറ്റ തരാടാ, ബാ. നന്നായി പെരക്കാൻ ഒറ്റ വട്ടം പാലും പൊക്കി പിടിച്ചോണ്ട് തീറ്റ തരാന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യുമോ? ആ മഴക്കാറുണ്ട്. പെയ്യുമെന്ന് ഇനി പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല. കണ്ട നല്ല മഴക്കാറ്. അതാ വീടിൻ്റെ മുമ്പിൽ കാണാൻ നല്ല രസമുണ്ടല്ലോ ചേട്ടാ. കുറേ തെങ്ങും പരന്ന് കന്നാരെ നല്ല ഭംഗിയുണ്ട്, ഒരു ഗ്രാമാന്തരീക്ഷം. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ ഇച്ചിരി ചായ ഉണ്ടാക്കുവാണ് കേട്ടോ. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തിന്നാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആൻസിന് കൊടുക്കാനും. ആൻസിന് ഇഷ്ടമാണ് അതൊക്കെ കഴിക്കാൻ.
പിന്നെ ഞാൻ അത്താഴത്തിന് ചോറും അടുപ്പത്തിട്ടിട്ടുണ്ട്. കറി അതുണ്ട് ക്രിസ്റ്റലിൽ നിന്ന് വാങ്ങിച്ച, ഞാൻ കോളേജിൽ അതായിട്ടുകൊണ്ട് പോയി. ചുരിദാർ ഇട്ടത് കൊണ്ട് ദൈവത്തെ ഓർത്ത് പൊട്ടിക്കല്ലേ. അവിടെ ഒരു മാല ഇതുപോലത്തെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇടുന്നതിന് മുമ്പ് ഇവൻ പൊട്ടിച്ചു കളഞ്ഞു. ഈ കെട്ടുകൂടി ഒന്ന് അഴിക്കാൻ പറഞ്ഞു കൊടുത്തതാ, ഇടാൻ പോലും പറ്റിയില്ല. അതെങ്ങനെ ഇട്ടതാ? ഇടുന്നതിന് മുമ്പ് തന്നെ പൊട്ടിച്ചില്ലേ. അപ്പോൾ ഇത് ഈ ചായ എന്ന് പറയുമ്പോൾ ഒരു പാത്രം നിറച്ചുണ്ടെങ്കിലും പാത്രം ചെറുതാണ്. അത് മാത്രമൊന്നുമല്ല, നമ്മുടെ പട്ടികൾക്ക്, പൂച്ചകൾക്ക്, ഇവർക്കൊക്കെ കൊടുക്കൂട്ടോ ഞാൻ. ഇല്ല, പഞ്ചസാര കഴുത്തില്ല. അത് പറ്റത്തില്ല. പിസ്സയാണ് ലാസ്റ്റ് കഴിക്കണ്ടേ? ഓ അങ്ങനെ. ഇതാണ് കേട്ടോ ഞാൻ ആൻസൂട്ടന് വേണ്ടി വാങ്ങിയ പിസ്സ. പിന്നെ ഞാൻ വാങ്ങിയത് ഇതാണ്. ഞാൻ ഒരെണ്ണം വീതം വാങ്ങിയുള്ളൂടാ. ഒത്തിരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആരും കഴിക്കൂല. ആ പിന്നെ നിനക്ക് ഏറ്റവും വില കൂടിയതുണ്ട്, നീ അത് തിന്നാൽ മതി. ഇച്ചിരൊക്കെ വിഷമിച്ചോ, എനിക്ക് ഇഷ്ടമാണ് കുറച്ചൊക്കെ വിഷമിക്കണത്. പിന്നെ ഞാൻ വാങ്ങിയത് ഇതാണ്, ഇത് ഒരു കേക്ക്. പേനയൊക്കെ മാറ്റി. ചേട്ടൻ വരാൻ 10 മിനിറ്റ് എടുത്ത് താമസമുണ്ട് ചേട്ടൻ. ഓ എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കൂടാവേ. എടുക്ക. പിന്നെ വാങ്ങിയത് ഇതാണ് കേട്ടോ. ഇത്തവണ ചക്ക വറുത്തത് വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ല. കുറച്ചുണ്ടാക്കിയായിരുന്നു, കുറച്ചുണ്ടാക്കി നമ്മൾ തന്നെ കഴിച്ചു അന്നേരം തന്നെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നത് കേട്ടോ. അവൻ പകുതി പഴമ്പോട് കഴിച്ചു. പച്ചക്കറി എടുത്ത് വെച്ചിട്ടില്ല, ഇന്നലെ വാങ്ങിച്ചതാണ്. പഴക്കള കണ്ടോ? അത് എന്ന് മുതൽ ഞാൻ പഴുക്കാൻ കാത്തിരിക്കുന്നതെന്നറിയാവോ? എന്നാൽ ഇന്നലെ കൊണ്ടുവന്നു ആ പഴം ഇതുണ്ടോ പഴുത്തു തുടങ്ങി. അപ്പം ചേട്ടൻ ഇവിടെ മുറിയെന്ന് മാർക്കേ. ചേട്ടൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വരാൻ വേണ്ടി നമ്മൾ കാപ്പി കുടിക്കാതെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആൻസ് ബോണ്ട തിന്നാനുള്ള വെയിറ്റിങ്ങിലാണ്. സ്കൂൾ വിട്ട് വന്നിട്ടൊരു പഴംപോളി തന്നിട്ട് ട്യൂഷന് പോയി. കയറി വരുന്നുണ്ട്. എന്തേ തിന്നാനുള്ളത് ഇതാ. ചേട്ടന് ഫാൻ വേണം. കഴിക്ക കഴി. എനിക്കെല്ലാം വേണം ഇച്ചിരി ഇച്ചിരി. ചേട്ടൻ എന്നെ കഴിക്കാത്ത ഇച്ചിരി ഇച്ചിരി. ആ ഞാനതെല്ലാം കൊണ്ട് കളയണോണ്ടാണ്. അവന് പോകണ്ട, അവനെടുത്തോണ്ട് പോയി. ഞാൻ ഇച്ചിരി വാങ്ങിയുള്ളൂ. അവിടെ ചുമ്മാ വേസ്റ്റ് ആയി എടുത്ത് കഴിക്കാ. പഴംപോളി കണ്ണു തുറന്ന് നോക്കോ? വേണ്ട വേണ്ട എനിക്ക് ആവശ്യത്തിന് ഞാൻ കഴിക്കലോ. വേണ്ട ചേട്ടാ, എനിക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാനുള്ള. ഇങ്ങനെ കാണുന്ന കഴിക്കണം. ഞാൻ ഇന്നിപ്പോ നിനക്കൊരു ഇതിട്ടുണ്ട്, തടി കുറയ്ക്കാൻ മാത്രം. അതിന് എനിക്കത്ര തടിയില്ലല്ലോ. വയറ് കുറയ്ക്കാൻ. അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കാണിക്കണായിരിക്കും. ഒന്നും വേണ്ട, നീ അത് നോക്കാം. ഞാൻ കണ്ടപ്പോ ഇട്ടുള്ളൂ. ഞാൻ കണ്ടില്ല. എനിക്ക് വയറുണ്ട്. അത് പിന്നെ പ്രസവം കഴിഞ്ഞ വേറെ എന്താ കാര്യം പറഞ്ഞാല് എങ്ങനെ പഠിച്ചാൽ നമുക്ക് വണ്ണം തോന്നില്ല. അല്ലാതെ ഇങ്ങനെ നിന്നാലാണ് വയറ് തോന്നുന്നത്. ഇങ്ങനെ പഠിക്കാൻ വണ്ണം തോന്നില്ല. ഇങ്ങനെ ഫോട്ടോ എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഞങ്ങൾ തറവാട്ടിൽ പോയി ചാച്ചനെ കണ്ടിട്ട് വന്ന വരവാ. നാളെ അമ്മച്ചിയുടെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂലംകുഷമായ ചർച്ചയിലാണ് ഞങ്ങൾ. എപ്പോൾ പോകണം? രാവിലെ 6 മണിക്ക് അവിടെ പള്ളിയിൽ പോകാൻ. അമ്മച്ചി മരിച്ചിട്ട് എത്ര വർഷമാകുമോ? 19 വർഷമോ? 2007 19 വർഷമാകുന്നു. 19 വർഷം. ഇത് 2006. ആ അത് തന്നെ 2026. ഇത് ചേട്ടൻ ഇരിക്കുന്നു. ഷർട്ട് ഇടാത്ത ചേട്ടൻ. ഈ ഷർട്ട് ഇടാത്ത ചേട്ടൻ. യെസ്. എനിക്ക് മീൻ വറുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പ്രത്യേകിച്ച് പിന്നെ കറി ഉണ്ടാക്കണ്ടല്ലോ. എനിക്ക് മനസ്സിലായില്ല. ചേട്ടൻ തന്നെ പറയണേ. ചോറ് ഞാനിപ്പോ വേവിച്ച് വെക്കുവല്ലേ? ഇപ്പൊ ചോറ് വെച്ചല്ലോ, പിന്നെ അയ്യേ അയ്യേ ചേട്ടൻ തന്നെ പറയണേ. ഞാൻ ചോറ് നാളത്തേക്കുള്ള ഇപ്പൊ വേവിക്കാൻ വെച്ചു. ഇനി രാവിലെ എണീറ്റ് വേറെ ചോറ് വെക്കണേ. അപ്പോഴേ മീൻ വറുത്ത്, പിന്നെ മീൻകറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പച്ചക്കറി ഒന്നും ഇല്ലാത്തേ ഉള്ളൂ. പിന്നെ അത് പിച്ചിലല്ലേ ഉള്ളു ചേട്ടാ. ചേട്ടനത് പൊട്ടിക്കും. തോരെ പൊട്ടിക്കണേ. എന്നെ ഒന്ന് പൊട്ടിച്ച പിന്നെ എന്തോ പൊട്ടിയതാണല്ലോ. ചില്ല, പ്ലാസ്റ്റിക് ചില്ല. ആ പൂച്ചക്കുഞ്ഞ് അവിടെ ആയിപ്പോയി. എടാ എന്നാടാ പേടിച്ചു പോയോ? എന്നാ പൊട്ടിയതാ പോലും കണ്ടാ അറിയാം. ഞാനിച്ചിരി ഉണക്കമീൻ മറക്കാനായിട്ടേ വേവിക്കാൻ വെച്ചാട്ടിനി തിളപ്പിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഉണക്കമീൻ തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് നമ്മൾ കഴുകി എടുക്കണം. മനസ്സിലായോ? ഇത് കണ്ടോ? ഇതിന് നമ്മൾ കഴുകണം. കാശ്മീരിയുടെ ആവശ്യമില്ല ഇതില്. പിന്നെ കാരണം ഇതിൽ കളറല്ലല്ലോ. വേറെ അടിവാട്ടോ. അത് വേവ് പലതായിപ്പോ. ഉണക്കമീനോ? ആ ഇത് 1/4 പാവം പോലും എടുത്തില്ലല്ലോ. ഈ അരിക്കണം. കുഞ്ഞാ കാൽച്ചോട്ടി ഒന്നും നിൽക്കരുത് കേട്ടോ. ചേട്ടനാണ് ഇവിടെ മീൻ മറക്കുന്നത്. ഞാനാണ് എണ്ണ കൂടിപ്പോകും. അപ്പൊ ഇനി ഞാൻ അവിടുത്തെ എണ്ണ കൂടിന്ന് പറഞ്ഞ ബാക്കിയാണ് അപ്പൊ പറയാം. നിങ്ങളുടെ മുമ്പ് വെച്ചാൽ പറയും. പിടിച്ചത് പൂങ്കൊമ്പ്. ആൻസ് കിടന്നു. അവൻ വന്നിട്ട് പിസ്സ കഴിച്ചു, ബോണ്ട കഴിച്ചു, ഉള്ളിവട കഴിച്ചു, 2 പഴംപോളി കഴിച്ചു. 3 കഴിച്ചു അവൻ. അല്ല 2 പഴംപോളി കഴിച്ചു. 4 വാങ്ങി. 4 എനിക്ക് കാരണം ഒരെണ്ണം ചേട്ടൻ കഴിച്ചു, ഒരെണ്ണം ഞാൻ കഴിച്ചു. 2 ഒരെണ്ണം അവൻ ട്യൂഷന് പോയപ്പോൾ കഴിച്ചു, ഒരെണ്ണം ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ ഒരെണ്ണം കഴിച്ചു. അവന് വയറ് മാസപ്പ് മാറാനുള്ളൊക്കെ ആയി. അതുകൊണ്ട് അവൻ കിടന്ന് ഓടാണ്. ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ആൺസൂട്ടൻ SPCയിലുള്ളതാണ്. അപ്പം ഇന്ന് SPCയുടെ ആഘോഷിച്ചു സ്കൂളിൽ. അപ്പം അതിൻ്റെ ഫോട്ടോയെല്ലാം ടീച്ചർ ഗ്രൂപ്പിലിട്ടേ. അപ്പോൾ ഇവൻ മാത്രം ഇല്ല അതിനകത്ത്. ഇവനില്ല, വേറെ പിള്ളേരുണ്ട്, വരാത്തവരും ഇല്ലായിരിക്കാം.
അപ്പം ഇവനില്ല ഗ്രൂപ്പിനകത്ത്, ഇവനെ കണ്ടില്ല ഞാനിവനെയായിട്ട് അറിയത്തുള്ളൂ. എന്നിട്ട് എനിക്കാകെ ടെൻഷനായി. 10-36 ഫോട്ടോയും വീഡിയോ എല്ലാം കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിലും ഞാനിങ്ങനെ സൂക്ഷിച്ച് സൂം ചെയ്തൊക്കെ നോക്കുമായിരുന്നു. ഇവനില്ല, ടെൻഷനായി. ഇവൻ രാവിലെ സ്കൂളിൽ പോയതാ. സ്കൂളിൽ ചെന്ന് എന്നാണ് STCയിൽ നിൽക്കുമെന്ന് എനിക്കറിയാവേ. സൂട്ടൻ എന്നെ പേടിപ്പിച്ചാണ്. ഞാൻ എന്നിട്ട് അന്നത്തേക്ക് ഒരു 12:30 ആയി ആ സമയത്ത് എനിക്ക് മൊബൈൽ നോക്കാൻ പറ്റിയോ. അതുവരെ എനിക്ക് ക്ലാസ്സായിരുന്നു. ഞാൻ എന്നിട്ട് ഇവൻ്റെ ക്ലാസ് ടീച്ചറിനെ STCയുടെ ഇൻചാർജുള്ള ടീച്ചറിനെ ഒക്കെ മാറി കിടന്ന് വിളിച്ചു. അവരും ക്ലാസ്സിലായിരുന്നു. എൻ്റെ എടുക്കാൻ പറ്റില്ല. ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടു എൻ്റെ ക്ലാസ് ടീച്ചർക്ക്. അന്നത്തേക്കും പിന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് STCയിലെ ടീച്ചറിനെ കിട്ടി. അപ്പം ഞാൻ ഇത് സ്കൂളിൽ വന്നിട്ടുണ്ടല്ലോ ടീച്ചർ, STC ഗ്രൂപ്പിൽ കണ്ടില്ലാന്ന് പറഞ്ഞു. അന്നേരം ടീച്ചർ ഞാൻ ചോദിക്കട്ടോ എന്ന് പറഞ്ഞ് പോയി. അപ്പം ഞാൻ സ്കൂളിൽ വന്നിട്ടുണ്ട്, അവൻ എന്തുകൊണ്ടാണ് SPC വരാതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ആ തട്ടിക്കൂട്ടി അറേഞ്ച് ചെയ്തതായിരുന്നു. പിള്ളേരൊക്കെ മഴ ആയതുകൊണ്ട് അധികം നേരം മുറ്റത്ത് നിർത്താൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ക്ലാസ് ടീച്ചറിനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ക്ലാസ് ടീച്ചറിനെ ഞാൻ വിളിച്ചപ്പം അവൻ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ സംഭവം മാത്രം മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവന് ദഫ്മുട്ടനുണ്ടേ. അപ്പം ഇവൻ അതിൻ്റെ പ്രാക്ടീസിന് പോയതാണ്. ഞാൻ ചേട്ടനോട് വൈകുന്നേരം അവൻ്റെ സ്കൂളിൽ ചെന്നു. അവിടെ ചെന്നപ്പം ഇവനെ വിളിച്ചോണ്ട് പോരാ, മഴയില്ല, ട്യൂഷനൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവനെ അവിടെ ഇല്ല, അവൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക ഗ്രൗണ്ടിൽ. അപ്പോൾ ഇവനെ കണ്ട സ്കൂളിലെ ഗ്രൂപ്പിലുണ്ടെന്നോ കോച്ചിങ് ആണോ ഞാനൊക്കെ പറഞ്ഞു. പിന്നെ അവനെ വിളിച്ച് പൊക്കിക്കൊണ്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവന് ദഫ്മുട്ടിന് പോയേക്കുമായിരുന്നു. 10 മണിയായിട്ട് പ്രോഗ്രാമൊന്നും തുടങ്ങിയില്ല. പിന്നെ അനൗൺസ്മെൻ്റ് അല്ല, ക്ലാസ്സിൽ വന്ന് അറിയിക്കുക ചെയ്തേ, അതുകൊണ്ട് ഇവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര ടെൻഷനായിപ്പോൾ. എന്നിട്ട് ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞു ടെൻഷനൊന്നും വേണ്ടട്ടോ, അവൻ ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞു. അതിന് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൻ്റെ SPCയിലെ ഇൻചാർജുള്ള ടീച്ചറും മെസ്സേജ് ഇട്ടു. അവൻ ടീച്ചർമാരല്ല അവൻ പരിചയമുട്ടിന് പോയതാണ്. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയും പെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവനെ കാണാതെ വന്നപ്പോൾ ഉണ്ടായ ടെൻഷനേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആൻസ് കുട്ടൻ ഇന്ന് ശരിക്കും ഒന്ന് പേടിപ്പിച്ചു എന്നെ. ചേട്ടനെ വിളിച്ചില്ല, സ്കൂളിലൊക്കെ ഒന്നും അറിയാൻ പാടില്ല, ഒന്ന് പോയി നോക്കാം. ഒരു പ്രോഗ്രാമിലൊന്നും കണ്ടില്ല, പക്ഷെ ടീച്ചർമാരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ പോയി നോക്കാന്ന് പറഞ്ഞു. ഇല്ല ചേട്ടൻ പോയി നോക്കാന്ന് എന്നോട് പറഞ്ഞു. ടീച്ചറിന്റെ നമ്പറൊന്ന് അയക്കാൻ പറഞ്ഞു ചേട്ടൻ. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് കിട്ടണല്ലോ, ഞാൻ കുറച്ചല്ലോ. അങ്ങനെ ആൻസ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ ആൻസ് എന്നെ ഒന്ന് പേടിപ്പിച്ചു. ഞാൻ മേടിച്ചോ സ്കൂളിൽ എത്തിയോന്ന് ഞാൻ സംശയിച്ചു പോയി. സ്കൂളിൽ എത്തിയവന് SPCയിൽ എന്താണെങ്കിലും ഫോട്ടോയിൽ ഉണ്ടാവുമല്ലോ. ഞാൻ വലിയ കാര്യമായിട്ട് എല്ലാം സെറ്റൊക്കെ ചെയ്ത് അവൻ്റെ യൂണിഫോം ഒക്കെ കറക്റ്റായിട്ടൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വിട്ടതാ. അധികം എടുത്തു വെച്ചു, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ എടുത്തു വെച്ചു നോക്ക്. എന്തോ എന്തോ കുടുക്കി ഞാന് എനിക്കൊന്നുമില്ല. ചേട്ടൻ പണിയെടുക്കണേ. ഈ പണ്ട് പുല്ല് ഈ പൂച്ചെടിയൊക്കെ വെട്ടണ കത്രിക എങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒന്ന് വെട്ടണം, നല്ല ഷേപ്പിലൊക്കെ വരും. എനിക്കിപ്പോഴും അത് അറിയത്തില്ല. തിരിച്ചിടാറായ ചേട്ടാ? പിന്നെ മറിച്ചിട മറിക്കില്ല, പാവാണ്. എനിക്ക് ഡസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജലദോഷം വരും ഡസ്റ്റ് അലർജി എന്ന് വെച്ചാൽ. ഇത് തോരൻ വെച്ചാലോ? വാഴിച്ചുണ്ട് കടനൊക്കെ വാഴിച്ചുണ്ട് നിന്ന് മടുത്തോന്ന് തോന്നുന്നു. നിന്ന് മടുത്തോ? ഞാനങ്ങ് അരിയാൻ പോവാ. ഞാൻ അരിഞ്ഞിട്ട് വരാം. അപ്പം ഞാൻ തോരനുള്ള അരിഞ്ഞു വെച്ചു. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചേർത്താൽ തേങ്ങ ചേട്ടൻ രാവിലെ ചിരകി തന്നായിരുന്നു പകുതി തേങ്ങ മുറി. അപ്പോൾ അതിൽ ഞാൻ ഇച്ചിരി പാവയ്ക്ക ഉണ്ടാക്കി ബാക്കി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഉണ്ടാക്കാം. നമ്മളപ്പോൾ മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു കേട്ടോ. പാവയ്ക്ക മീൻ വറുത്തതും ഉണ്ടായിരുന്നു, അത് മതി. നമ്മൾ കഴിച്ചു. ചോറ് പട്ടിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ ചേട്ടൻ ബാക്കി വന്ന പാത്രം കഴുകി തന്ന് സഹായിക്കുന്നു. ഇപ്പോൾ വാഴക്കൊല ഉണ്ട് ചേട്ടാ, അവിടെ ചാടി.
ഇപ്പം ആ വാഴക്കൊല പഴുത്ത് ചേട്ടാ. ഇവന് ചോറ് നിന്ന വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ദേ ആ ചോറ് നക്കി തിന്നുന്ന ആ ചോറ് ചവിട്ടിയിലേക്ക് വീണ്. രണ്ടുപേരും കൂടെ നിന്ന് അതെടുത്ത് തിന്നുന്നു. ഓരോന്ന് എന്നാടി കള്ളി. ഇന്നത്തെ ദിവസമൊക്കെ തീർന്നു കേട്ടോ. എന്നാണേലും ഞാനൊന്ന് പേടിച്ചു പോയ ദിവസമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ച് ആർസിനെ സ്കൂളിലേക്ക് വരെ വിളിക്കേണ്ട ഗതികേട് വന്നു. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു ദിവസമായിരുന്നു. എന്നിട്ട് അവനിപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബിന്ദുസ് ഡ്രീംസ്. ബൈ.